ഈ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകാം. കാരവൻ പോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ലെന്ന് അക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടിയെടുക്കേണ്ടതാണ്. കാരണം പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ വളരെ അതിന് മൊത്തത്തിലൊരു പഠനമാണ്. ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കിടന്ന് ചടണ്ട. ഇന്ന് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടില്ലേ? ഞാനും കേട്ടിട്ടില്ലേ? നാട്ടുകാർ കേട്ടിട്ടില്ലേ? അതാണ് അതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാതെ പൊതുവിൽ ഗവൺമെന്റ് എന്തൊക്കെ നടപടിയെടുക്കണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കണം. അതിനാ പൊതുവിലെടുക്കുന്ന നടപടികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മാഡം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നടപ്പിലാക്കും. മന്ത്രി അത് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം അത് ചെയ്യും. എന്തിന്? അതൊക്കെ പിന്നത്തെ കാര്യങ്ങളല്ലേ. ഇപ്പം റിപ്പോർട്ടിന് മേൽ മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ മേളിൽ എന്തൊക്കെ നടപടിയെടുക്കുന്നു സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഗണേഷ് കുമാർ അല്ല, ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല, നമ്മളാരുമല്ല. അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ട് ഇന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞല്ലോ പത്രക്കാരൻ. എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവത്തിന് അപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ട ഫോൺ വിളിക്കും. ഞാൻ അതിനകത്ത് ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും. അതിന് ഒരു വിട്ടുവീഴ്ച ഇന്നൊരു വരുത്തിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയാം, എല്ലാ ആർട്ടിസ്റ്റിനും അറിയാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ, ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ ഒക്കത്തില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ഷൻ എടുത്തിരിക്കും. അതാണ് നമ്മുടെ സ്വഭാവം.